എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നയിലിൽ കണ്ട പോലത്തെ ഒരു ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത്. യോക്ക് പോർഷനിൽ മാത്രം വേറൊരു ക്ലോത്ത് വെച്ചിട്ട് സ്ലീവ് താഴ്ഭാഗം എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് ഇതൊരു കസ്റ്റമർ തന്നിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ അവർ തന്നിട്ടുള്ളത് ഒരു സാരിയാണ്, ഒരു ഫുൾ സാരി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മീറ്റർ ക്രേപ്പിന്റെ ലൈനിങ് തന്നിട്ടുണ്ട്. യോക്കിന് വെക്കാൻ വേണ്ടിയിട്ട് 1/2 മീറ്റർ പ്രിന്റഡ് ആയിട്ടുള്ള ക്ലോത്തും തന്നിട്ടുണ്ട്. അപ്പൊ ഈ സാരിയിൽ വരുന്ന വ്യത്യാസം എന്താന്ന് വെച്ചാൽ സാരി മൊത്തമായിട്ട് പ്ലെയിൻ അല്ല, എന്നാൽ മൊത്തമായിട്ട് സ്റ്റോൺ വർക്ക് വരുന്ന മോഡലിലുള്ള സാരിയും അല്ല. ഇതിന്റെ പല്ലു പോർഷനിൽ നിറയെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. അതായത് അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. ഇടയ്ക്ക് വന്നിട്ട് താഴ്ഭാഗത്ത് സ്റ്റോൺ വർക്കും മുകളിൽ പ്ലെയിൻ ആയിട്ട് ആ ഒരു മോഡൽ വരുന്ന സാരിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ സെന്ററിൽ വരുന്ന ഭാഗം, അതായത് താഴ്ഭാഗത്ത് സ്റ്റോൺ വർക്കും മുകളിൽ പ്ലെയിൻ ആയിട്ടും വരുന്ന ഭാഗമാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും ഭാഗമാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിറയെ പ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ 3 മീറ്റർ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2.5 മീറ്റർ ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ. ലൈനിങ് നമ്മൾ ചെയ്യുന്നത് എ ലൈൻ മോഡലിലാണ്. മുകളിൽ വയ്ക്കുന്ന, അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക് ആണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ലൈനിങ് 2 മീറ്റർ ആണ് ലൈനിങ് എടുത്തിട്ടുള്ളത്. 2 മീറ്റർ ലൈനിങ് 4 മടക്കി ഇടുന്ന സമയത്ത് ലെങ്ത് ആയിട്ട് വരുന്നത്, അതായത് ക്ലോത്തിന്റെ ലെങ്ത് വിഡ്ത്ത് എന്ന് പറയുന്നത് 42 ഇഞ്ചായിരുന്നു. അപ്പൊ ആ 42 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് ആയിട്ട് കിട്ടുന്നത്. 4 മടക്കി ഇടുന്ന സമയത്ത് വിഡ്ത്ത് ആയിട്ട് 20 ഇഞ്ച് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു എലൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 16 to 20 വരെയുള്ള വിഡ്ത്തിന്റെ ഇടയ്ക്ക് എടുക്കുന്നതാണ് നല്ലത്. അതിൽ കൂടുതൽ വിഡ്ത്ത് വേണ്ട, അത്രയും മതിയാവും കേട്ടോ. അതേപോലെ നമ്മൾ 4 മടക്കിയിട്ടിട്ടുണ്ട്. 4 മടക്കി വെച്ചതിന് ശേഷം ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു സ്മോൾ സൈസിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ. അപ്പൊ തന്നിട്ടുള്ള അളവാണ് മാർക്ക് ചെയ്യുന്നത്. 6.5 ഇഞ്ചാണ് ഷോൾഡർ. അപ്പൊ 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. 6.5 ഇഞ്ച് തന്നെയാണ് ആം ഹോള്. അതിനോടൊപ്പം 1/2 ഇഞ്ച് ഷോൾഡർ സ്റ്റോപ്പിനും കൂടി കൂട്ടിയിട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതേപോലെ എൽ ഷേപ്പ് ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ബാക്കിലേക്കുള്ള ആം ഹോൾ വരയ്ക്കാം. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വിഡ്ത്ത് 8.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് 13.5 ഇഞ്ചാണ്. അവിടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടി 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിന് നമ്മൾ നേരെ താഴേക്ക്, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ലെങ്ത്തിന്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ ആംഗിൾ ആയിട്ട് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹിപ്പ് പോയിന്റും കൂടി മാർക്ക് ചെയ്തിട്ട് ചരിച്ച് വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ഷേപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ നമ്മൾ ലൈനിങ്ങിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. പിന്നെ താഴെ നിന്ന് ഒരു 2.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്, ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് 5.5 ഇഞ്ച് ലെങ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിലേക്ക് 3 ഇഞ്ച് ലെങ്ത് കൊടുത്തിട്ട് നോർമൽ റൗണ്ട് നെക്കാണ് കേട്ടോ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും വരയ്ക്കാം. നമുക്ക് തന്നിട്ടുള്ള റെഫറൻസ് പിക്കിൽ റൗണ്ട് നെക്ക് ആയതുകൊണ്ട് നമ്മൾ റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. ഇനി നമുക്ക് ആദ്യം ബാക്കിലെ നെക്ക് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം ഇരിക്കുന്നത് ബാക്കിലെ ആം ഹോൾ ആണ്. 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് കുഴിച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോൾ വരച്ചിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് യോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഈ ക്ലോത്തിന്റെ ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അതായത് 12 ഇഞ്ച് ലെങ്ത്തും അതിന്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 13 ഇഞ്ച്. അതായത് നമ്മുടെ സാധാരണ നമ്മൾ യോക്ക് വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ച് യോക്ക് കയറിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ള ഫോട്ടോയിലുള്ളത്. അതുകൊണ്ടാണ് 12 ഇഞ്ച് ലെങ്ത് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ഇനി 12ലും കുറച്ച് എടുക്കണമെങ്കിൽ 11.5, 11 എടുക്കാം. അപ്പൊ ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് 4 അതായത് നമ്മൾ ഈ ഒരു ഫ്രണ്ടിലേക്ക് എടുത്തിരിക്കുന്ന യോക്കിന് എടുത്തിരിക്കുന്ന ക്ലോത്ത് 4 മടക്കിയിട്ടിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മാർക്ക് ചെയ്ത പോലെ തന്നെ അളവ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് വെച്ചിട്ട് കട്ട് ചെയ്യാം. ആദ്യം ബാക്കിലെ പീസ് വെച്ച് കട്ട് ചെയ്യാം, എന്നിട്ട് അതിനൊരു പീസ് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ടിലുള്ള പീസ് പോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതേപോലെ നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി സ്കേർട്ട് പാർട്ടിലേക്ക് വരാം. സ്കേർട്ട് പാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ സാരീന്റെ സെന്റർ പോർഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ ആ വർക്ക്, അതായത് താഴ്ഭാഗത്തേക്ക് സ്റ്റോൺ വർക്കും മുകളിൽ പ്ലെയിൻ ആയിട്ടുള്ള അത്രയും ക്ലോത്ത് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ കറക്റ്റ് 2 ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസ് വേണമല്ലോ, അപ്പൊ 2 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ കിട്ടുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 60 ഇഞ്ച് വിഡ്ത്ത് കിട്ടുന്നുണ്ട്. അതായത് നമ്മളൊരു സാരി എടുത്തതുകൊണ്ടാണ് നമുക്ക് അത്രയും വിഡ്ത്ത് കിട്ടുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാ കിട്ടണേന്ന് വെച്ചാൽ അത് എടുക്കാം. നമുക്ക് ഫ്രണ്ടിലേക്ക് മാത്രം 60 ഇഞ്ച് വിഡ്ത്ത് കിട്ടുന്നുണ്ട്. ലെങ്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത്, ഒട്ടാകെ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 45 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ യോക്ക് മൈനസ് ചെയ്തിട്ട് ബാക്കി
33 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പീസ് നമ്മൾ 2 പീസായിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തത്. അത് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്തിൽ നിന്ന് നിങ്ങൾ എടുക്കുന്ന യോക്കിന്റെ ലെങ്ത്ത് മൈനസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ഇഞ്ച് അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. നമുക്ക് ഇതിലേക്കുള്ള സ്ലീവ് എടുക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ക്ലോത്ത് ഇതേപോലെ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ലെങ്ത് ആയിട്ട് 19 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കം 19 ഇഞ്ച് ലെങ്ത്തും 9 ഇഞ്ച് വിഡ്ത്തിലും ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 2 പോയിന്റും കൂടി ചേർത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ആംഗിൾ ആയിട്ട് വരയ്ക്കുക. അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ മുകളിൽ ഒരു 2 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിൽ നിന്ന് വരച്ചു തുടങ്ങുക. അതായത് നമ്മൾ സെന്റർ മാർക്ക് ചെയ്ത് അവിടെ വരെ ഒരു 1/2 ഇഞ്ച് പൊക്കിയും എന്നിട്ട് ഈ സെന്റർ ടച്ച് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയും വരയ്ക്കാം. ഈ രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആം ഹോൾ കിട്ടും കേട്ടോ. അപ്പൊ ഇതേപോലെ വരയ്ക്കാം. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ താഴത്തുള്ള അതായത് ബോട്ടം വിഡ്ത്ത് മാർക്ക് ചെയ്യും, അതിനോടൊപ്പം സീം അലവൻസ് മാർക്ക് ചെയ്യും, ചരിച്ച് വരയ്ക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യരുത്. ഇവിടെ നമ്മൾ താഴത്തെ എലാസ്റ്റിക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ വിഡ്ത്ത് അങ്ങനെയേ വിടാം. അതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. സെന്ററിൽ ഒരു കട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യാം. അതിന്റെ വീഡിയോസും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ലൈനിങ് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. ക്യാൻവാസ് പേപ്പറിൽ നെക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പർ വേണമെങ്കിൽ ക്യാൻവാസ് പേപ്പറിൽ വരച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മൾ ഫ്രണ്ടിലെ യോക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രണ്ടിലെ ലൈനിങ് വെക്കുക. നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് ലൈനിങ്ങിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുള്ളത്, ഫ്രണ്ടിലെ പീസിൽ കട്ട് ചെയ്തിട്ടില്ല. ഈ ലൈനിങ്ങിലുള്ള നെക്കിന്റെ അതേ അളവിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ 1/4 ഇഞ്ച് വെച്ചിട്ടുള്ള ക്ലോത്തിന്റെ അളവ് അനുസരിച്ചിട്ട് ഫ്രണ്ടിലെ പീസും കൂടി ഒന്ന് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. ഇതിനൊന്ന് നിവർത്തിയെടുക്കുക. നിവർത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ നിവർത്തിയിട്ടുള്ള ലൈനിങ് നമ്മുടെ നല്ല ക്ലോത്തിന്റെ അടിഭാഗത്തേക്ക് വെച്ചിട്ട് ഒന്നും കൂടി ഈ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് നെക്ക് ചെയ്തത്. പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ ചെയ്തെടുക്കുക. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിലെ പീസും ഒന്ന് നെക്ക് ചെയ്തെടുക്കണം. സെയിം ആണ്, അതുകൊണ്ട് കാണിക്കുന്നില്ല. ബാക്കിലെയും കൂടി ചെയ്തെടുക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈനിങ്ങും നല്ല ക്ലോത്ത് അതായത് യോക്കും ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അതിൽ ലൈനിങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ യോക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സ്കേർട്ടിന് വേണ്ടിയിട്ട്. അതിലൊരു പീസ് എടുക്കുക. യോക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്കേർട്ടിന്റെ നല്ല വശം വെക്കുക. മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അയൺ ചെയ്തിട്ടുള്ള പ്ലീറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. അങ്ങനെയുള്ള പ്ലീറ്റ്സ് ഇട്ടാൽ എങ്ങനെയാ ഉണ്ടാവുക എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു വീഡിയോയും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഞാൻ എന്നോട് പറഞ്ഞത് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇടാനാണ്. ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ഇടുന്നത്. നമുക്ക് 60 ഇഞ്ച് വിഡ്ത്ത് ഉണ്ടായിരുന്നു. 60 ഇഞ്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ മാക്സിമം കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ചെയ്തെടുക്കാം. അതോടൊപ്പം നിങ്ങൾ ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ജോയിൻ ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവിന്റെ സെന്റർ ഷോൾഡർ ലൈനിന്റെ നേരെ മുകളിലായിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വേണം വെക്കാൻ. അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്തിന്റെ മുകളിൽ സ്ലീവിന്റെ നല്ല വശം വേണം വെക്കാൻ. എന്നിട്ട് സെന്ററിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. സെന്ററിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. എപ്പോഴും ഷോൾഡറും അതുപോലെ തന്നെ സ്ലീവും ജോയിൻ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ നോർമൽ സ്ലീവ് ജോയിൻ ചെയ്തെടുക്കുന്ന പോലെ സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്ലീവിന്റെ താഴ്ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, മാക്സിമം കുഞ്ഞതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴ്ഭാഗം മടക്കി തയ്ക്കാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതുപോലെ മാക്സിമം കുഞ്ഞതാക്കിയിട്ട് അതായത് വിഡ്ത്തില്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പൊ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഈ തയ്ച്ചിട്ടുള്ള അതായത് താഴ്ഭാഗം മടക്കി തയ്ച്ചിട്ടുള്ള അവിടുന്ന് നേരെ മുകളിലേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. എവിടെയാണ് എലാസ്റ്റിക് വരേണ്ടതെന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എത്ര വിഡ്ത്തുള്ള എലാസ്റ്റിക് ആണ് എടുക്കുന്നത് എന്നുള്ളത് നോക്കുക. അപ്പൊ ഞാനിവിടെ 1/2 ഇഞ്ച് വിഡ്ത്തുള്ള എലാസ്റ്റിക് ആണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അതിലും കുറവുള്ള എലാസ്റ്റിക് എടുക്കണമെങ്കിൽ എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പൊ ഞാൻ 1/2 ഇഞ്ച് വിഡ്ത്തുള്ള എലാസ്റ്റിക് ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മടക്കിക്കോ, അതായത് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളിങ്ങനെ മടക്കിയിട്ടാണ് തയ്ക്കുന്നത്. ഈ മടക്കിയിട്ട് തയ്ക്കുന്ന ആ ഗ്യാപ്പിന്റെ ഉള്ളിലൂടെ നമ്മൾ എടുക്കുന്ന എലാസ്റ്റിക് കടന്നു പോകുന്ന രീതിയിൽ വേണം നമ്മൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേപോലെ എന്റെ എലാസ്റ്റിക് കടക്കുന്ന അത്രയും വിഡ്ത്തിൽ ഒന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തയ്ക്കുന്നുണ്ട്.
നേരെ അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം കൂടി ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നന്നായിട്ട് ഇരിക്കുള്ളൂ. ഇനി നമുക്ക് എലാസ്റ്റിക് എടുക്കാം. നമ്മുടെ താഴത്തുള്ള വണ്ണം, അതായത് നമ്മുടെ സ്ലീവ് ഒരു 3/4 സ്ലീവ് ആണ്. അപ്പൊ അവിടെ താഴെ വരുന്ന വണ്ണം എത്രയാന്ന് വെച്ചാൽ അത് എടുക്കുക. അപ്പൊ ഇവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. അപ്പൊ അതിൽ നിന്ന് ഒരു 1 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 7 ഇഞ്ചാണ് എടുക്കുന്നത്. 7 ഇഞ്ചിന്റെ എലാസ്റ്റിക് ആണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് അതിലൊരു പിന്ന് കൊടുത്തിട്ട് ഇതേപോലെ ഈ ഒരു നമ്മൾ കൊടുത്തിട്ടുള്ള ഗ്യാപ്പിലൂടെ കടത്തിയെടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ രണ്ട് എൻഡും ഇതേപോലെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എലാസ്റ്റിക് വിട്ടുപോകും. അപ്പൊ അതുകൊണ്ട് രണ്ട് എൻഡും ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്ലീവും കൂടി ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ നോർമൽ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ അളവ് പ്രകാരം സൈഡ് സ്റ്റിച്ച് ചെയ്യുക, താഴ്ഭാഗം മടക്കി തയ്ക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് മറ്റൊരാളുടെ ഡ്രസ്സാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.